AVT പ്രീമിയം വനിതാ രക്തത്തിന്റെ രണ്ടാം വാരത്തിലെ അവസാന ദിവസത്തെ മത്സരങ്ങളിലേക്ക് സ്നേഹസ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും. പ്ലീസ് വെൽക്കം നിഷാന മുസഫ. നിഷാന, നമസ്തേ. വരവിൽ തന്നെ ഒരു നാണം ഉണ്ടായിരുന്നു. എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഡെഫിനറ്റ്ലി ഒരു മുസ്ലിം ക്യാരക്ടറിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും. എന്താണ് what are you going to do? ഒരു കോമഡി ടൈപ്പിലുള്ള ഒരു സ്കിറ്റാണ്. സ്കിറ്റാണ്, ഹ്യൂമർ എലമെന്റ് ഉള്ള. നിഷാന, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാടെ മലപ്പുറത്ത് പോയൊരു പ്രതീതി ഉണ്ടല്ലോ നിഷാന. തട്ടവും എന്താണ് കലാപരിപാടി? ഒരു സ്കിറ്റ്. സ്കിറ്റ് എന്നെ കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല. ഞാന് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു താത്ത, ഒരു 30 വർഷം മുന്നേ ഉള്ള മലപ്പുറത്തുള്ള ഒരു താത്ത വനിതാരത്നം പരിപാടിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ അല്ലോ, വനിതാരത്നം 30 വർഷം മുമ്പ് നടക്കുന്നതായിട്ടാണോ ഇന്ന് നടക്കുന്നത്? അല്ലല്ല, 30 വർഷമുള്ള മുന്നേ ഉള്ള ഒരു താത്തയാണ്. വനിതാരത്നം ഈ വേദിയിൽ നടക്കുന്നു. ചില അവിടെ കിഷോറൊക്കെ ഉണ്ട്. അതെ അതെ. എനിക്ക് വയ്യ, ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് കണ്ടാ മതി. ഇജ്ജതിനകത്ത് എന്താക്കാടോ? നമ്മള് കുറച്ച് കളിച്ചോക്കട്ടെ സാറേ. കളിച്ചു നോക്കി. ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം നിഷാന. നമസ്കാരം. ഒരു കാര്യം ചോദിക്കണം ആഗ്രഹത്തോടുകൂടി ഇരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വീട്ടില് പാപ്പ എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചു കണ്ടോന്ന്. വീട്ടില് കേട്ടിയോ? അല്ല, ഞാൻ കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ 7 മണിക്കായിരുന്നു. അപ്പം മരുവിന്റെ സമയല്ല, ഞാൻ എങ്ങനെ കാണുന്ന ചോദിച്ചിനോട്. കൊഴപ്പില്ല, ഇത്തിരി സൗമ്യതയിലായില്ലേ കാര്യങ്ങളൊക്കെ? കുറച്ചൊക്കെ നോക്കിക്കോ, നമ്മളിവിടെ പിരിയുന്നതിന് മുമ്പ് ബാപ്പ അവിടെ വന്ന് മോളെ കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിക്കും. ഇൻഷാ അല്ലാഹ്. അത് കിഷോർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നേ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ ചലഞ്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് സ്വാഗതം ചെയ്യാം ആമിനു ഓൺ ദ സ്റ്റേജ്. ആമിനു, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മുഖത്ത് കുറച്ച് ടെൻഷൻ കാണാനുണ്ടല്ലോ. അല്ലന്റെ പഠിച്ചാനെ തന്നെ മനെ, ഞാൻ ആ പമ്പറിനോട് അപ്പൊ തന്നെ പറഞ്ഞു, വെറുതെ കൊറേ മുഖത്തൊന്ന് വാരത്തേക്കണ്ടാന്ന്. അതൊക്കെ എന്റെ പല്ലുമല്ല അങ്ങനെ തേച്ചിനി വല്ലത് വെളുത്തീനി. ആകെ കോലം കേട്ട മനെ. കുഴപ്പമില്ല, ഓക്കെ. നമുക്ക് ഏതായാലും പ്രൊഫൈൽ കാണാം. ഇന്റെ പേര് ആമിനു, ഞാൻ ഇന്റെ പേരിന്നാണ് വരുന്നത്. ഇച്ച് 8 കുട്ടിയാണുള്ളത്. ഇന്റെ ഭർത്താവിന്റെ പേര് കുഞ്ഞഹമ്മദ്. മൂപ്പര് കല്യാണ ബ്രോക്കറാണ്. മൂപ്പരെന്നെ കല്യാണം ഉണ്ടാക്കും, പിന്നെ അത് മൂപ്പരെന്നെ മുടക്കും, പിന്നെയും കല്യാണം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ടും ചെയ്യണം. ഓക്കെ ഓക്കെ ആമിനു, എന്താ ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ പരിപാടിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ജമാനെ, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മളങ്ങനെ TV-യിലൊക്കെ കാണുമ്പോ നല്ല ചൊറുക്കല്ലേ, അത് വിചാരിച്ചിട്ടാ. പിന്നെ എല്ലാരും പറിച്ച് നല്ല ക്യാമറ പൈസാണെന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാലോ. പിന്നെ ഈ മോർലി സാറൊക്കെ ജീവനോടൊക്കെ ഒന്ന് കാണാച്ചാല് അത് വലിയൊരു കാര്യല്ലേ. എന്റെ മോർലി സാറേ, നിങ്ങളൊരു ചൊറുക്കേ. നിങ്ങളാ കണ്ണൊക്കെ ഇങ്ങനെ നോക്കിയാല് ഞാനിപ്പോ അതൊന്നല്ല നിരീക്ഷണ. ഇങ്ങൊക്കെ കെട്ടിച്ചിന കാലത്ത് നിങ്ങളൊക്കെ ഇപ്പൊ എവിടെ ഇനി? അല്ലെന്റെ പഠിച്ചാനെ, എന്റെ കാക്ക നിങ്ങൾ ഇത് ക്യാമറ പിടിച്ചല്ലോ, ഇത് പിടിച്ചിട്ടോ. ഇതെങ്ങാനും TV-യിൽ എന്റെ കുഞ്ഞമ്മ കണ്ടാണ്ടല്ലോ, മൂപ്പർക്ക് തീപ്പോരെ മതി 3ാമത്തെ തട്ടാന്. അവിടെ നിങ്ങൾ ഇത് പറഞ്ഞത് പിടിച്ചറിഞ്ഞിട്ടോ, അത് പിടിച്ചരുത്. പിന്നെ നമ്മളെ പൂർണിമക്കുട്ടി പഠിച്ചോനെ, അതിന്റെ ഒരു ചിരി എന്തോ ഒരു ചൊറുക്കാണോ കാണാന്. പക്ഷെ ഞമ്മക്കുണ്ടായിട്ടോ മാർത്തൊക്കെ ഒരു ചിരി. അതുകൊണ്ടല്ലേ കുഞ്ഞേമാക്ക നമ്മളെ പിന്നാലെ എത്തിയത്. ചൊറുക്കില്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഭർത്താവ് ഈ പ്രോഗ്രാമിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അടക്കടക്കല്ല ഇംഗ്ലീഷ് കുത്തിക്കാരുണ്ടല്ലോ, അത് തീരെ പൊടിച്ചിട്ടില്ല കേട്ടോ. ഞമ്മക്ക് നിങ്ങളെ മലയാളം തന്നെ കുറച്ച് അപ്പിപ്പൊടുത്ത, അതിന്റെ അടിയിൽ കൂടെ ഇംഗ്ലീഷ്. അല്ല,
ഞമ്മക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയണോണ്ട് കുഴപ്പമില്ല, സാരല്ല. ആ ഭർത്താവ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ വെച്ചാല് ജമാനെ, ഞാനിപ്പൊ ഈ പരിപാടിക്ക് പോന്നപ്പോ എന്താ കുഞ്ഞേമ്മക്ക പറഞ്ഞെന്നറിയോ? ജാമിനുവോ ഇമാതിരി പരിപാടിയൊക്കെ ഒരു 1.5 കൊല്ലം അങ്ങനെ നീട്ടിക്കൊണ്ടോകാണ് ഈ ചാനലാരൊക്കെ. ഈ 1.5 കൊല്ലം കൊണ്ട് അനക്കൊന്നുകൂടി പെറ്റൂടാമിനോ? അതപ്പൊ മൂപ്പര് ചോദിക്കുന്നത്. 10 കഴിഞ്ഞ് പറയാനുള്ള സമയം ഉണ്ടെന്നപ്പൊ മൂപ്പര് പറയുന്നു. എന്താ അപ്പൊ മൂപ്പരോട് പറയാ? മൂപ്പർക്കുണ്ടോ വേറിന്റെ ഇടങ്ങേറ് അറിയണത്? അതുകൊണ്ടല്ല ഇപ്പൊ ഈ മൂപ്പര് പറയണത്. ഓക്കെ ഓക്കെ. ആമിനു എന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? ആമിനു ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇത് നല്ല തമാശ. ഞമ്മള് ഡാൻസ് അടിച്ചിക്കണോ? മാനെ, ഞമ്മള് ഓത്തള്ളി പോണ കാലത്തല്ലേ ഞമ്മള് കുഞ്ഞേമാ കെട്ടിക്കൊണ്ടോയത്. അന്ന് മുതൽ കൊല്ലം കൊല്ലം പേറും കൂടിയല്ലേ. പിന്നെ എവിടെ ഇപ്പൊ ഞമ്മക്ക് ഡാൻസ് ഒക്കെ പഠിച്ചാനൊരു ഒഴിവുള്ളത്? ഇന്നാലും ഞമ്മള് പഠിച്ചിട്ടോ. ഇമാരി പരിപാടിക്ക് വരെയല്ലേ കൊറേ ആൾക്കാരുണ്ടാവല്ലോ. ഞമ്മള് പഠിച്ചു പോന്ന്. പക്ഷെ എങ്കിൽ മിഞ്ഞാ നമ്മളെ അമ്മവിടിന്റെ അവിടെ സ്റ്റെപ്പിന്റെ അവിടെ ആ ചന്തി കൂത്തിയൊരു ബുക്കലക്ക് വീണിട്ടും ജവാനേ താരി പെരുത്തത്തി കൂടെ ഇപ്പോഴൊരു മീൻ വണ്ടിക്കാറിലാണ്. ഹാവും ചമ്മേ. അതുകൊണ്ട് എന്താണെന്നറിയോ, ഞമ്മളൊരു പാട്ട് പാടാട്ടാ. ഐസ കദീസ പാത്തുമ്മ കദീസുമ്മ കദീസുമ്മ ഉന്തല്ലിയും തള്ളല്ലിയും പന്തല് പൊളിഞ്ഞാടൂ അയലുമ്മ കിടക്കുന്ന തോർത്തങ്ങ എടുക്കി കുറേല് കിടക്കുന്ന വാൾത്തങ്ങ എടുക്കി. ഞാനിപ്പം പോകും പാത്തോ പാടാ വെട്ടാനാ. നിങ്ങള് പോയി മഞ്ചത്തായ ഞമ്മക്കാരാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആരാണ് കൂടെ വന്നിരിക്കുന്നത്? ഫാമിലി ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല പഠിച്ചാനെ, ഞമ്മളെ ഫാമിലിയാ. ജമാനെ കേക്കണോ? ഇച്ചെട്ട് ജയമാക്കാക്ക് മറ്റീല് 4, പിന്നെ കുഞ്ഞയമാക്ക. ഇതൊക്കെ പാടെ കൂടി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നാലേ ഞമ്മളെ പ്രൊഡ്യൂസറെ കുടുംബം വെളുക്കുമാനെ. അമ്മാരി തീറ്റാണ്. അതോടെ ആണ്ടിച്ച് നമ്മള് ഒറ്റക്കന്നെ അങ്ങോട്ട് വന്നു. അമ്മക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ SMS ചോദിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കണ്. ഇക്കുത്തിരിക്കണ പറയുന്നത് ഒന്നും നിങ്ങൾ കാര്യാക്കരുത്. നിങ്ങളെല്ലാവരും ഇച്ചെന്നെ ബോർഡ് ജഡ്ജണം. ഇന്റെ ബോർഡ് ജഡ്ജന്റെ ഫോർമാറ്റ് VR പേസ് ആമിനു AMMI അല്ല പഠിച്ചാലേ നേരം വൈകുന്നേരമായോ? അല്ലാ പെരീത്തെ കോഴിക്കൂട് അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആ പെണ്ണ് ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ സൂറാബിക്കൊന്ന് ഫോൺ ചെയ്തിട്ട്